ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഗുരുവിൻ്റെ ഗദ്യപ്രാർത്ഥനയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവനവൻ്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള സ്മൃതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പുതിയതായി ഒന്ന് ഉണ്ടാക്കുക എന്നുള്ളതല്ല, ഉള്ളതിനെ നമ്മൾ തിരിച്ചറിയുക എന്ന് മാത്രമാണ്, കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഗുരു അതുകൊണ്ട് പറയുകയാണ്, നാം ശരീരമല്ല അറിവാകുന്നു. അപ്പോൾ ശരീരം നീർക്കുമിള പോലെ നിലയറ്റതാകുന്നു എന്ന് ഗുരു പറഞ്ഞപ്പോൾ അടുത്ത പടിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശരീരം എന്ന് പറയുന്നത് ഞാനല്ല. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അരുവിപ്പുറത്ത് ഒരു ഗുരുവിൻ്റെ സമാധിയോടനുബന്ധിച്ച് ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതായത് ഗുരു 1928 സമാധിയാകുന്നു. ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു ഭൈരവൻ ശാന്തി സ്വാമികൾ. അപ്പം അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടുകൂടി ഗുരുവിന് സേവ ചെയ്തുകൊണ്ട് അരുവിപ്പുറത്ത് അന്തേവാസിയായിട്ട് കഴിയുമായിരുന്നു. അപ്പോൾ ഗുരുവിൻ്റെ അവസാന സമയങ്ങളിൽ അദ്ദേഹം കൂടെയില്ല, അദ്ദേഹം അരുവിപ്പുറത്താണ്. ഗുരു ചികിത്സയ്ക്ക് വേണ്ടി പല സ്ഥലങ്ങളിലും പോവുകയും അങ്ങനെ ശിവഗിരിയിൽ തിരിച്ചെത്തുകയും ഗുരു സമാധിയായി എന്നുള്ള വാർത്ത അരുവിപ്പുറത്ത് ഭൈരവൻ ശാന്തി സ്വാമികൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തത് ഷോക്കായിരുന്നു. കാരണം തൻ്റെ സർവസ്വമായിരുന്ന ഗുരു നഷ്ടപ്പെട്ടു, ഗുരു പോയി. ഇനി എന്തു ചെയ്യും, ഇനി എന്തിന് ജീവിക്കണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ഇന്ന് നമ്മൾ അരുവിപ്പുറത്ത് ഗുരു വിശ്രമിച്ചിരുന്ന റൂം, അതാണ് പൂജാ റൂമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ മുറിയിൽ നിന്ന് ഒരു അശരീരി കേൾക്കുകയാണ്. ആ മുറിയുടെ അടുത്ത് തന്നെയാണ് ഭൈരവൻ ശാന്തി സ്വാമികളും താമസിക്കുന്നത്. ഒരു അശരീരി കേൾക്കുകയാണ്, നാം എങ്ങും പോയിട്ടില്ലല്ലോ, നാം ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നുള്ള ആ അശരീരി കേട്ടപ്പോഴാണ് ഇവിടെ ഗദ്യപ്രാർത്ഥനയിൽ ഗുരു പറയുന്ന, നാം ശരീരമല്ല അറിവാകുന്നു. ശരീരമുണ്ടാകുന്നതിന് മുൻപിലും അറിവായി നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്നുള്ള ആ വാക്കുകളെ അദ്ദേഹത്തിന് പെട്ടെന്ന് ഓർമ്മയിൽ വന്നു എന്നുള്ളതാണ്. ഒരു ബോധോദയം പോലെ പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി, ഗുരു ഈ ശരീരം മാത്രമാണ് വിട്ടിരിക്കുന്നത്, ഉപേക്ഷിച്ചിരിക്കുന്നത്. ഗുരുവിൻ്റെ യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ചാണ് ഈ കൃതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഗുരുവിൻ്റെ ആ സ്വരൂപം അതെന്താണ്? ഈ ശരീരം എന്നുള്ളതല്ല. ശരീരം എടുത്തപ്പോൾ ഉള്ള ഒരു രൂപം, അതിനൊരു പേര് ഒക്കെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്താണ്? ഈ ശരീരം എന്ന് പറയുന്നത് ഞാനല്ല. അതുകൊണ്ട് ഈ ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇപ്പം നാം എന്ന് ഗുരു എപ്പോഴും സൂചിപ്പിക്കുന്നത് ഞാൻ എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ അതൊരു ഏകവചനമായിട്ടല്ല, ബഹുവചനമായിട്ടാണ്. കാരണം എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ഏതൊരു ചൈതന്യമാണോ ആ ചൈതന്യത്തെ സാക്ഷാത്കരിച്ചതിന് ശേഷമാണ് ഗുരു നാം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഞാനെന്ന് പറയുന്നത് എന്തല്ല? ഈ ശരീരമല്ല. ഈ ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും അറിവായി നാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാലും ഇതുപോലെ തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഗുരുവിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്ന് നമ്മൾ ചൊല്ലുമ്പോൾ പരബ്രഹ്മ സ്വരൂപനായിക്കൊണ്ട് നമ്മൾ ഗുരുവിനെ കണ്ട് നമസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു സത്യത്തെ അല്ലെങ്കിൽ എന്നെ തിരിച്ചറിയുക എന്നുള്ളത് വളരെ കഠിനമായിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴും ഇത് മറ്റ് പലതിനോടും ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തിരിച്ചറിയുവാനും സാധിക്കുന്നില്ല. ഇപ്പോൾ ശരീരത്തിൻ്റെ പരിമിതമായിട്ടുള്ള തലത്തിൽ നിന്ന്
അപരിമിതമായിട്ടുള്ള തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ നമുക്ക് ഉയർത്തിക്കൊണ്ട് വരേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിലോ അത് നമ്മുടെ ഈ മനുഷ്യജന്മത്തിൻ്റെ വ്യർത്ഥമായിട്ടുള്ള ഒരു തലം മാത്രമായിരിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഗുരുവിൻ്റെ ഗദ്യപ്രാർത്ഥനയിലൂടെ നാം കടന്നു പോകുമ്പോൾ ശുദ്ധമായിട്ടുള്ള ജ്ഞാനത്തെ, വേദാന്തത്തെ നമുക്കിതിൽ കാണാൻ സാധിക്കും. തന്നെയല്ല, ഗുരു ഇത് സാക്ഷാത്കരിച്ച് എങ്ങനെയാണ് സാമാന്യ ജനങ്ങളുടെ ഇടയിലൂടെ ജീവിച്ചു പോയത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മൾക്കും ആ തലത്തിലൂടെ കടന്നു പോകുവാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ ജീവിതം അങ്ങനെ കൃതകൃത്യമാകട്ടെ. ഏവർക്കും നമസ്കാരം.